16 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിന് വിലക്കേർപ്പെടുത്താനുള്ള ബ്രിട്ടന്റെ പുതിയ നിർദ്ദേശം വലിയ സാങ്കേതിക കമ്പനികളുടെ കടുത്ത വിമർശനത്തിന് കാരണമായിരിക്കുകയാണ്. ഈ നയം സർക്കാർ നിരീക്ഷണ സംവിധാനങ്ങൾ വ്യാപിപ്പിക്കുന്നതിന് കാരണമാകുമെന്ന് പ്രമുഖ വ്യവസായി ഇലോൺ മസ്ക് രൂക്ഷമായി പ്രതികരിച്ചിരിക്കുകയാണ്. 16 വയസ്സിൽ താഴെയുള്ളവർക്ക് സോഷ്യൽ മീഡിയ നിരോധിച്ചുകൊണ്ട് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ പ്രഖ്യാപനം നടത്തിയതായി AFP റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെയാണ് ഈ വിഷയം ആഗോള ശ്രദ്ധ നേടിയത്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഈ വാർത്ത സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയും വളർന്നുവരുന്ന ഈ മുന്നേറ്റത്തിൽ പങ്കാളിയായതിന് ബ്രിട്ടന് നന്ദി അറിയിക്കുകയും ചെയ്തു. ഈ ചർച്ചകളോട് പ്രതികരിച്ചുകൊണ്ട് ഈ നീക്കം ഒരു സർക്കാർ നിരീക്ഷണ ഭരണകൂടത്തിന്റെ ഭാഗമാണെന്ന് ഇലോൺ മസ്ക് ഒരു ദേഷ്യപ്പെടുന്ന ഇമോജിയോടൊപ്പം എക്സിൽ കുറിച്ചു. തിങ്കളാഴ്ച ലണ്ടനിൽ നടന്ന വാർത്താ സമ്മേളനത്തിലാണ് പ്രധാനമന്ത്രി സ്റ്റാർമർ ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. സോഷ്യൽ മീഡിയ കുട്ടികളിലും കൗമാരക്കാരിലും ദോഷകരമായ സ്വാധീനം ചെലുത്തുന്നുണ്ടെന്ന് അദ്ദേഹം വാദിച്ചു. ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ സൈബർ അധിക്ഷേപങ്ങൾക്കും പീഡനങ്ങൾക്കും വഴിയൊരുക്കുന്നുണ്ടെന്നും ഇത് യുവാക്കളുടെ മാനസികാരോഗ്യത്തെ ബാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ പദ്ധതി പ്രകാരം 16 വയസ്സിൽ താഴെയുള്ള കൗമാരക്കാർക്ക് ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, ടിക്ടോക്ക്, സ്നാപ്ചാറ്റ്, യൂട്യൂബ്, എക്സ് തുടങ്ങിയ പ്രമുഖ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്നതിന് വിലക്കുണ്ടാകും. ഗെയിമിംഗ് ആപ്പുകളിലൂടെ അപരിചിതരുമായി ആശയവിനിമയം നടത്തുന്നതിനുള്ള നിയന്ത്രണങ്ങൾ ഉൾപ്പെടെ ചില ഓൺലൈൻ ഉൽപ്പന്നങ്ങൾക്ക് അധിക നിയന്ത്രണങ്ങളും ഈ നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കൂടാതെ 18 വയസ്സിന് താഴെയുള്ള കൗമാരക്കാരെ വ്യക്തിബന്ധങ്ങൾ അനുകരിക്കുന്ന റൊമാന്റിക് AI ചാറ്റ്ബോട്ടുകൾ ഉപയോഗിക്കുന്നതിൽ നിന്നും തടയും. ഈ തീരുമാനത്തിന് ചില പോരായ്മകൾ ഉണ്ടായേക്കാമെന്നും സ്റ്റാർമർ സമ്മതിച്ചെങ്കിലും ഇതിന്റെ ദൂഷ്യഫലങ്ങളെക്കാൾ കൂടുതൽ ഗുണങ്ങളാണുള്ളതെന്നും സർക്കാർ വിശ്വസിക്കുന്നതായിട്ടും അദ്ദേഹം വ്യക്തമാക്കി. സാങ്കേതിക നവീകരണത്തെ പിന്തുണയ്ക്കുന്നതും ഓൺലൈനിൽ കുട്ടികളെ സംരക്ഷിക്കുന്നതും പരസ്പര വിരുദ്ധമായ ലക്ഷ്യങ്ങളല്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. പ്രതീക്ഷിക്കാത്ത പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് സാങ്കേതിക കമ്പനികളുടെ മുന്നറിയിപ്പ് ഒരു സമ്പൂർണ്ണ നിരോധനം നിലവിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പകരം പുതിയ അപകട സാധ്യതകൾ സൃഷ്ടിക്കുമെന്ന് വാദിച്ച് പ്രമുഖ പ്ലാറ്റ്ഫോമുകൾ ഈ നിർദ്ദേശത്തിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. ഫേസ്ബുക്കിന്റെയും ഇൻസ്റ്റഗ്രാമിന്റെയും മാതൃകമ്പനിയായ മെറ്റ വ്യക്തമാക്കിയത് ഓസ്ട്രേലിയയിലെ സമാനമായ നടപടികൾ കാണിക്കുന്നത് ഇത്തരം നിരോധനങ്ങൾ യുവാക്കളെ ഓൺലൈൻ കൂട്ടായ്മകളിൽ നിന്നും വിശ്വസനീയമായ വിവര സ്രോതസ്സുകളിൽ നിന്നും ഒറ്റപ്പെടുത്തുമെന്നാണ്. ഇതവരെ നിയന്ത്രണങ്ങൾ കുറഞ്ഞ മറ്റ് പ്ലാറ്റ്ഫോമുകളിലേക്ക് നയിക്കുമെന്നും അവർ പറഞ്ഞു. യൂട്യൂബും ഈ നിർദ്ദേശത്തെ വിമർശിച്ചു. വിപുലമായ നിയന്ത്രണങ്ങൾ കുട്ടികളെ മേൽനോട്ടമുള്ള ഓൺലൈൻ അനുഭവങ്ങളിൽ നിന്നും അകറ്റുമെന്നും കുറഞ്ഞ സുരക്ഷാ സംവിധാനങ്ങളുള്ള അജ്ഞാത സേവനങ്ങളിലേക്ക് അവരെ ആകർഷിക്കുമെന്നും അവർ പറഞ്ഞു. തങ്ങളുടെ പ്ലാറ്റ്ഫോമിലെ ഭൂരിഭാഗം പ്രവർത്തനങ്ങളും സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും തമ്മിലുള്ള ആശയവിനിമയമാണെന്നും വാദിച്ചുകൊണ്ട് സ്നാപ്ചാറ്റും ഈ ആശങ്കകൾ പങ്കുവച്ചിട്ടുണ്ട്. കൗമാരക്കാരെ ഈ ബന്ധങ്ങളിൽ നിന്നും അകറ്റുന്നത് സുരക്ഷ വർദ്ധിപ്പിക്കില്ലെന്നും പകരം സുരക്ഷിതമല്ലാത്ത മറ്റ് പ്ലാറ്റ്ഫോമുകളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുമെന്നും കമ്പനി പറഞ്ഞു. 10ൽ 9 മാതാപിതാക്കളും സോഷ്യൽ മീഡിയ ആക്സസ് ചെയ്യുന്നതിന് 16 വയസ്സ് പ്രായപരിധി വേണമെന്ന ആവശ്യത്തെ പിന്തുണയ്ക്കുന്നുണ്ടെന്നും UK സർക്കാർ വ്യക്തമാക്കി. കർശനമായ നിയമങ്ങൾ കൊണ്ടുവരുന്നതിനെ പൊതുജനങ്ങൾ പിന്തുണയ്ക്കുന്നുണ്ടെന്നും ചില സോഷ്യൽ മീഡിയ സേവനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിനെ പല യുവാക്കളും അനുകൂലിക്കുന്നുണ്ടെന്നും ഉദ്യോഗസ്ഥർ അവകാശപ്പെട്ടു. ഈ നിരോധനം നടപ്പിലാക്കുക എന്നത് വലിയൊരു വെല്ലുവിളിയായിരിക്കും. ബ്രിട്ടൻ നിലവിൽ അതിന്റെ ഓൺലൈൻ സുരക്ഷാ നിയമപ്രകാരം ഫേഷ്യൽ പ്രായ കണക്കാക്കൽ, ബാങ്ക് വിവര പരിശോധനകൾ, ഇമെയിൽ അടിസ്ഥാനമാക്കിയുള്ള പരിശോധനകൾ, ഡിജിറ്റൽ തിരിച്ചറിയൽ സംവിധാനങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള പ്രായ പരിശോധനാ രീതികൾ ഉപയോഗിക്കുന്നുണ്ട്. പ്രായപൂർത്തിയാകാത്ത ഉപയോക്താക്കൾ പുതിയ നിയന്ത്രണങ്ങൾ മറികടക്കുന്നത് തടയാൻ കൂടുതൽ നടപടികൾ ആവശ്യമാണോ എന്ന് നിയന്ത്രണ ഏജൻസികൾ പരിശോധിക്കും. പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ പിന്തുണയ്ക്കുന്ന ഈ നിർദ്ദേശം അംഗീകരിക്കപ്പെടുകയാണെങ്കിൽ അടുത്ത വർഷം മുതൽ പ്രാബല്യത്തിൽ വരും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.